പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും തന്നെ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 26 ചൊവ്വാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അടുത്തടുത്ത് പല പല രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ, ആശുപത്രി അഡ്മിറ്റ് ചെയ്തവരെ, തിരിച്ചു വന്നിട്ടുള്ളത് എന്നിട്ട് പഴയതുപോലെ ആരോഗ്യം വരാത്തവരെ, പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ, ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ല വിചാരിച്ചുകൊണ്ട് വേദനിച്ച കണ്ടിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസ യജമാന്റെ കണികൾക്കുന്ന പോലെ, ദാസി സ്വാമിയുടെ കണികൾക്കുന്ന നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നീ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ, നീ എന്തിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നുവോ, അത് നേടിയെടുക്കുന്നതിന് നിന്റെ കഴിവുകളോ നിനക്ക് അതിനുള്ള ത്രാണികളോ ഇല്ലെങ്കിൽ കർത്താവ് തന്നെ നിന്റെ കൂടെ വരികയും ശക്തിപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുക. കർത്താവ് ജോഷുവോട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുന്ന നല്ലതുപോലെ കർത്താവെ അങ്ങനെ മക്കളോട് നിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരമായിരിക്കുക. കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു. നീ ഈ അനുഭവം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് അലച്ചതുപോലെ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രതിസന്ധി നാളെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല എന്ന് കർത്താവ് അല്ല ചെയ്യുന്നു. ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കരുത്ത് പ്രാപിക്കുക. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സുരക്ഷരായി നീക്കുവാമേ. നമ്മൾ ഇന്നലെ കണ്ടത് എൻ്റെ വേറൊരു ഭാഗം ഇന്ന് കാണുന്നത് ദൈവസംരക്ഷണം തന്നെയാണ് വിഷയം. ദൈവസംരക്ഷണം എന്ന് പറയുമ്പോൾ ദൈവത്തെ അംഗീകരിച്ചു എല്ലാ തലങ്ങളിലും, നമ്മുടെ എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളിലും നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം. അല്ലാതെ വിജയം വരുമ്പോൾ മാത്രം, സന്തോഷം വരുമ്പോൾ മാത്രമല്ല, അല്ലാത്ത മേഖലകളിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ് ലൈഫിൽ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കൂടുതൽ സ്വസ്ഥം പറയേണ്ടത് തോന്നുന്നത്. കർത്താവ് നമുക്ക് അവശേഷിപ്പിച്ച് പോയ ഒരു സംഭവമാണ്. അതായത് യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് അന്ത്യത്താഴ മേശയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി അടുത്ത ഘട്ടം ഒരു മണിക്കൂറിനുള്ളിൽ അവൻ ഒലിവ് തോട്ടത്തിൽ എത്തണ മുമ്പ് കുറേ കാര്യങ്ങൾ സംഭവിക്കും. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് പത്രോസും തള്ളി പറഞ്ഞതിനേക്കാൾ എനിക്ക് എപ്പോഴും സങ്കടവും ദേഷ്യവും വരുന്നത് മർക്കോസ് ഓടിക്കളഞ്ഞതാണ്. എനിക്ക് പത്രോസിനോട് എനിക്ക് പെട്ടെന്ന് കൂടാൻ പറ്റും, മനസ്സുകൊണ്ട് എനിക്ക് മർക്കോസിനോട് കൂടാൻ പറ്റത്തില്ല. അങ്ങനെ സുവിശേഷം എഴുതാൻ പാടില്ലായിരുന്നു ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അദ്ദേഹത്തിൻ്റെ അനുതാപത്തെക്കുറിച്ച് ഒരിക്കലും ബൈബിളിലില്ല. അദ്ദേഹം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ്. കർത്താവിൻ്റെ ഗെത്സെമനിൽ നിന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ്. അങ്ങനെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെയും കർത്താവിൻ്റെ ഒരു ഉന്നതമായ മാനസികാവസ്ഥയാണ്. ഇങ്ങനെയുള്ളവരെയും കർത്താവ് ചേർത്ത് നിർത്തുന്ന ഒരു കാലത്ത് തന്നെ ഇട്ടേച്ച് ഓടിക്കളഞ്ഞ ആൾ തന്നെയാണ് സുവിശേഷം എഴുതാൻ വേണ്ടി കർത്താവ് ചേർത്ത് നിർത്തുന്നത്. അത് കർത്താവിൻ്റെ ഒരു വല്ലാത്ത ഒരു ദൈവികമായ ഒരു മനസ്സാണ്. നിങ്ങൾ ദൈവത്തെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വളരാനാണ് എപ്പോഴും ദൈവത്തെ വളരേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത്.
ക്രിസ്തുകൾ. അപ്പം അവരെയും കൂടി ഉൾക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഈ സമയത്ത് ഈശോ ഞെട്ടിപ്പിക്കുന്ന സംഭവം ചെയ്യും. ഈ ടച്ച് ഓടിക്കളയണ ശിഷ്യനും ഒറ്റ കൊടുക്കാൻ പോകുന്ന ശിഷ്യനും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഈശോ ഒരു കാര്യം ചെയ്യും. എന്താണ്? അവൻ എഴുന്നേറ്റ് നിന്നൊരു വല്ലാത്തൊരു സ്വസംഗീതം പാടും. എനിക്ക് എപ്പോഴും ആവേശം കൊടുക്കുന്ന സംഭവമാണത്. അത് വായിച്ചത് മത്തായി 26:30. സ്തോത്രഗീതം ആലപിച്ച ശേഷം സ്വസ്ത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. അവർ ഒരു മലയിലേക്ക് പോയി. അപ്പം നിങ്ങൾ പറയും അത് ബൈബിൾ പണ്ഡിതന്മാർ പറയും അത് കൾട്ടിക്കാണ്, അതിൻ്റെ ടൈം ടേബിൾ അതിൻ്റെ ഘടനാപ്രകാരമുള്ളതാണ് പെസഹ കഴിയുമ്പോൾ സ്വസ്ത്രഗീതം എന്ന്. പക്ഷേ നല്ല ടെൻഷൻ പിടിക്കുന്ന ആ സമയത്ത് ആ സ്വസ്ത്രഗീതം പാടിയില്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർ എന്നിട്ട് പോയി വരും. അപ്പോൾ എത്ര ടെൻഷനാണെങ്കിലും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളൊക്കെ എഴുതി നിന്ന് മറച്ചട്ടിലോട്ട് പോകുന്നതാണെങ്കിലും കർത്താവ് സ്വസ്ത്രഗീതം പാടും. ഒരിക്കലും നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു ജന്മം മുട്ടയിൽ നിന്നാലും ക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ പരപിതാവിൻ്റെ പ്രത്യേക പാസ്വേഡ് വേണ്ടി വരും. അത്രയും എളിമപ്പെടണം നമ്മൾ. കാര്യം എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് അവനപ്പോഴും ഈ ആവഘട്ടത്തിലും സ്വസ്ത്രഗീതം പാടുന്നത്. സ്വസ്ത്രഗീതം പാടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഒരു അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഒരാൾ നമ്മളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷം പറയണത് അത് സ്വസ്ത്രഗീതത്തിനുള്ള സമയമാണെന്നാണ്. മനസ്സിലായോ? അല്ല ആരെയും തെരുവിളിക്കാനുള്ള, അല്ലാതെ ഞങ്ങളെ വിളിച്ചും പൂക്കും അറിയാൻ വെച്ചിട്ടുണ്ട്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. അതുകൊണ്ട് ഈ സംസർഗം എപ്പോഴും നമ്മുടെ പ്രശ്നമാണ്. ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടി സഞ്ചരിച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പ്രസരണം നഷ്ടം ഉണ്ടാകും. ഇനി പ്രസരണം നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചിലരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി പല പ്രവർത്തനങ്ങളിലൊക്കെ പോയിരിക്കണം. കാരണം പലതരത്തിലുള്ള ആൾക്കാരൊക്കെ വരും. ഞാൻ മിക്കവരും മിണ്ടത്തില്ല. എന്താ കാര്യം? അവർ പറയുന്നത് സുവിശേഷ വിഹിതമല്ലെന്നും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൻ്റെ ധാരയിലല്ലെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൂളിക്കേട്ടുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല, മിണ്ടത്തില്ല, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ ചൈതന്യം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മളെ ശ്രദ്ധിച്ചാലേ നിലനിൽക്കത്തുള്ളൂ. അതാണ് ഈ വേലി കെട്ടണം എന്നൊക്കെ പറയത്തില്ലേ. മുന്തിരിത്തോട്ടം നട്ടു വളർത്തി ശക്തി സ്ഥാപിച്ചു, പക്ഷേ വേലി കെട്ടി. ഒരു വേലി കെട്ടുന്നത് ആരെങ്കിലൊക്കെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേലി കെട്ടണത്. അപ്പം അത് നമുക്ക് നമ്മളുടെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് കാണുന്ന സ്ഥലത്ത് വെച്ചൊരു വേലി വേണ്ടതാണ്. നമുക്ക് ദൈവത്തെയും കാണാവുന്ന ഒരു വേലി അപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവം നമ്മളെ ആത്മാർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്വസ്ത്രഗീതം സങ്കടത്തിൻ്റെ സമയത്ത് സ്വസ്ത്രഗീതം ആലപിക്കാൻ പഠിച്ചാൽ നീ ക്രിസ്ത്യാനിയായി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്ക്